തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ദിവസം പിന്നെ ആൻസൈറ്റി ആസ് എ ഡിസോർഡർ, നാച്ചുറൽ ആൻസൈറ്റി, പിന്നെ അത് കഴിഞ്ഞിട്ട് പാനിക് അറ്റാക്ക് ഈ പറയുന്ന ഡിസോർഡറിന് ഇല്ല. പക്ഷെ സിംറ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പരിഹരിച്ച് കുറച്ച് ഒരു ഈസിനെസ് പേഷ്യൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മാനേജ്മെന്റ്സ് ആണ് നമ്മൾ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത്. ട്രീറ്റ്മെന്റ് ആക്ച്വലി സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് രണ്ട് തരത്തിലുള്ളതും ഒരു ഇഫക്റ്റീവാണ് എന്നല്ല, ടു ഗിവ് ദ പേഷ്യൻറ്റ് സം സോർട്ട് ഓഫ് ഈസിനെസ് ഓഫ് മൈൻഡ്, അത് വർക്ക് ചെയ്യാൻ പാകത്തിൽ എന്നാണ് നമ്മൾ കാണുന്നത്. അവരുടെ സിംറ്റമാറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ മാനേജ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ക്വാളിറ്റി ഓഫ് ലൈഫ് അതിനെ കൊണ്ട് ഇംപ്രൂവ് ചെയ്യുക. ഒരു വൺ റൈറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിന് പ്രപ്പോസ് ചെയ്യാനോ പ്രിസ്ക്രൈബ് ചെയ്യാനോ ഇല്ല എന്നും കാണുന്നു. വാട്ട് ഈസ് സ്യൂട്ടബിൾ ആൻഡ് വർക്ക്സ് ഇൻ വൺ ഇൻഡിവിജ്വൽ മേ നോട്ട് ബി സോ ഫോർ അനദർ, അങ്ങനെയും നമുക്ക് പറയാം. ഒരാൾക്ക് പറ്റുന്നത് മറ്റൊരാൾക്ക് പറ്റണമെന്നില്ല. അപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്ന വളരെ ജുഡീഷ്യസ് ആയിട്ട് പിന്നെ അനലൈസ് ചെയ്യുകയും അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുകയും ചെയ്യണം എന്ന് മറ്റെല്ലാത്തിൻ്റെയും കൗൺസിലിങ്ങിൻ്റെ കാര്യത്തിൽ പറയുന്ന പോലെ നമുക്ക് ഇവിടെയും അത് ബാധകമാക്കാൻ തോന്നും. പക്ഷേ ഫാർമക്കോളജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് രണ്ട് തരത്തിലുള്ള മെഡിസിൻസ് ആണ് സാധാരണ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അത് ആൻറ്റി ഡിപ്രസൻസ് ആൻഡ് ബെൻസോഡൈസിപൈൻസ് എന്ന് പറയുന്ന രണ്ട് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ആണ്. ആൻറ്റി ഡിപ്രസൻസ് എന്ന് പറയുന്ന കുറച്ച് സമയമെടുത്തിട്ട് മാത്രം ആക്ട് ചെയ്യുന്ന മെഡിസിൻസ് ആണ്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻടേക്ക് ആവശ്യമുണ്ടാവും. അതിന് സൈഡ് ഇഫക്ട്സ് ആയിട്ട് വല്ലാതെ വെയിറ്റ് ഗെയിൻ ഉണ്ടാവും, ഒരു സെക്ഷൽ ഡിസ്ഫങ്ഷൻ കാലക്രമേണ സംഭവിക്കാം എന്ന് പറയുന്നു, ഇമോഷൻസ് ബ്ലണ്ടഡ് ആവും. ഇതൊക്കെയാണ് ആന്റി ഡിപ്രസൻസിനുള്ള സൈഡ് ഇഫക്ട്സ് ആയിട്ട് പറയുന്നത്. ബട്ട് ഡോക്ടേഴ്സ് ആർ പ്രിസ്ക്രൈബിങ് ആന്റി ഡിപ്രസൻസ് ഫോർ കേസസ് ഓഫ് പാനിക് ഡിസോർഡർ. അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞാൽ ഫ്ലോക്സെറ്റിൻ, പാരോക്സെറ്റിൻ, സിറ്റലോപ്രാം, പിന്നെ SSRI എന്ന് പറയുന്ന സെലക്റ്റീവ് സെറോട്ടോണിൻ റീ അപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് കെമിക്കൽസ്. ഇത്രയാണ് ആന്റി ഡിപ്രസൻസിന്റെ കൂട്ടത്തിൽ നമുക്ക് ഓർമ്മിക്കാവുന്ന പേരുകൾ. ഫ്ലോക്സെറ്റിൻ, പാരോക്സെറ്റിൻ, സിറ്റലോപ്രാം, കുറേ ഉണ്ട്, ലിസ്റ്റ് നമുക്ക് നെറ്റിൽ നിന്ന് കിട്ടാവുന്നത്. കൂടെ SSRI സെലക്റ്റീവ് സെറോട്ടോണിൻ റീ അപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ്. രണ്ടാമത്തെ ഗ്രൂപ്പ് വരുന്നത് ബെൻസോഡൈസിപൈൻസ് ആണ്. അത് ആന്റി ആങ്സൈറ്റി ഡ്രഗ്സ് ആയിട്ട് തന്നെ അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ആണ്. ആക്ഷൻ ഈസ് വെരി ക്വിക്ക്, ആക്ട്സ് ക്വിക്ലി ആൻഡ് പ്രൊവൈഡ്സ് റാപ്പിഡ് റിലീഫ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം ഹൈലി അഡിക്റ്റീവ് ആണിത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ പ്രയാസം വരുന്ന തരത്തിലുള്ള അഡിക്റ്റീവ് ക്വാളിറ്റിയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ആണ്. എക്സാമ്പിൾസ് ഡയസിപാം, പിന്നെ ഒക്സാസിപാം, പിന്നെ ലിബ്രിയം, വാലിയം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഡ്രഗ്സ് ആണ് ബെൻസോഡൈസിപൈൻസിന്റെ കൂട്ടത്തിൽ. ഇത് നമ്മൾ പിന്നെ അങ്ങനെ കൂടുതൽ ഓർമ്മിക്കേണ്ടത് ഇല്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഇതിന്റെ ഫാർമക്കോളജിക്കൽ ഇന്റർവെൻഷൻ. ഇനി സൈക്കോളജിക്കൽ ഇന്റർവെൻഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് പിന്നെ നമ്മുടെ മെത്തേഡ്സ് ഓഫ് തെറാപ്പി, മെത്തേഡ്സ് ഓഫ് കൗൺസിലിങ്ങിലേക്കാണ് പോകേണ്ടത്. അതിൽ പിന്നെ എക്സ്പോഷർ തെറാപ്പി, റിലാക്സേഷൻ ടെക്നിക്സ് കൊടുക്കുക എന്നുള്ളത്, പിന്നെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന CBT, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. ഇത്രയാണ് ഇതിൻ്റെ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ പാനിക് ഡിസോർഡർ ഉള്ളയാളിന് CBT സഹായകമാണ്, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി വർക്ക് ചെയ്യും. അപ്പോൾ ഈ കോഗ്നിറ്റീവ് വളരെ വിശദമായിട്ട് നിലവിൽ അതിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടു, ഞാൻ കേട്ടിട്ടില്ല. കാരണം ഞാൻ ക്ലിനിക്കല്ലായതുകൊണ്ട് കൗൺസിലിങ്ങിൻ്റെ ക്ലാസ് ഞാൻ കേൾക്കുന്നില്ല. അപ്പോൾ അതിൽ രണ്ട് പിന്നെ സംഗതികളാണ്. ഒന്ന് കോഗ്നീഷൻ കറക്റ്റ് ചെയ്യുക എന്നുള്ളത്, മറ്റൊന്ന് ബിഹേവിയർ കറക്റ്റ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ കറക്റ്റ് ചെയ്യുന്നതിന്
we go for helping techniques. If we feel that there is something wrong with the way of thinking, we think of how to correct those unwanted thoughts. അപ്പോൾ അതിൻ്റെ കോഗ്നിറ്റീവ് ആസ്പെക്റ്റാണ്, CBT കോഗ്നിറ്റീവ് ആസ്പെക്റ്റാണ്. ഹൗ we think and what we do are thought of and intervened with a positive result. അപ്പോൾ ഇത് ഈ CBT എന്ന് പറയുന്നത് നമ്മളെ കുറേ ഏറെ നമ്മുടെ പ്രശ്നങ്ങളിൽ നമുക്ക് പിന്നെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു കൗൺസിലിംഗ് ടെക്നിക് ആണ്. അഡിക്ഷൻ്റെ കാര്യത്തിൽ, പിന്നെ ഈ ആങ്സൈറ്റി എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് ഓഫ് പിന്നെ ഡിസോർഡേഴ്സിൻ്റെ കാര്യത്തിൽ, ആങ്സൈറ്റി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സിൽ നമ്മൾ ആങ്സൈറ്റി അറ്റാക്ക് കണ്ടു, ആങ്സൈറ്റി ഡിസോർഡർ കണ്ടു, പാനിക് അറ്റാക്ക്, പാനിക് ഡിസോർഡർ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഫോബിക് ഡിസോർഡേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, പിന്നെ സോഷ്യൽ ഫോബിയ, സ്കൂൾ ഫോബിയ എന്നൊക്കെ പറയുന്ന ചെറിയ കുട്ടികളിലുള്ള പ്രശ്നങ്ങൾ. ഇതെല്ലാം നമുക്ക് പരിഹാരമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സംഗതിയാണ് CBT എന്ന് പറയുന്ന കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. We help to learn through the client's own experience that the symptoms are not dangerous or deadly. ഈ പാനിക് അറ്റാക്കിൻ്റെ കാര്യത്തിൽ അവർ സിംറ്റംസിനെ ഡേഞ്ചറസ് ഓർ ഡെഡ്ലി ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് പിന്നെ അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്തലാണ് ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. അങ്ങനെ വരുമ്പോൾ അവരെ കോഗ്നീഷനില്ല, ഇതിപ്പോൾ പാനിക് അറ്റാക്ക് വരുന്ന സമയത്ത് ദർ എൻറ്റയർ അറ്റൻഷൻ ഈസ് ടുവേർഡ്സ് ദ എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ എറൗസൽ ഫാക്ടർ. ആ എറൗസൽ ഫാക്ടറിനെ ഇവർ വളരെ പെട്ടെന്ന് അതിലേക്ക് തന്നെ മനസ്സ് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് പുതിയ പുതിയ പ്രശ്നങ്ങൾ അതിൻ്റെ പിറകിൽ വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് അതൊരു കണ്ടീഷനിങ്ങിലേക്ക് പോകും. അത് നമ്മൾ നേരത്തെ പിന്നെ നേരത്തെ പറഞ്ഞില്ല. സോ ദ പേഷ്യൻ്റ് ലേൺ സ്കിൽസ് ടു ഹെൽപ്പ് ചേഞ്ച് ദർ തിങ്കിങ് ആൻഡ് ബിഹേവിയർ പാറ്റേൺസ്. ഇതാണ് നമ്മൾ CBTയിൽ ഉപയോഗിക്കുന്ന ടെക്നിക്. ദ തെറാപ്പിസ്റ്റ് ഗ്രാജുവലി റീക്രിയേറ്റ്സ് ദ സിംറ്റംസ് ഓഫ് പാനിക് ഡിസോർഡർ ഓർ അറ്റാക്ക് ഇൻ എ സേഫ് ആൻഡ് റിപ്പീറ്റേറ്റീവ് മാനർ. അത് പിന്നെ നമ്മൾ ഒരു ഫ്ലഡിങ് കൊടുത്തിട്ട് ഇതിനെ എക്സ്പോസ് ചെയ്തിട്ട് അവർക്ക് ഇപ്പോൾ ഉള്ള ബോധ്യം മാറ്റലാണ്. ഇപ്പോൾ ഉള്ള ബോധ്യം എന്ന് പറയുന്നത് ഈ പാനിക് അറ്റാക്കിലെ ഏതെങ്കിലും ഒരു അറൗസൽ ഫാക്ടർ വരുന്ന സമയത്ത് ഇതിനെ കൊല്ലാൻ പോവാണ്, ഞാനിത് അവസാനിക്കാൻ പോവാണ് എന്നുള്ള ഒരു തോന്നലാണ്. ആ തോന്നൽ അങ്ങനെയല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ പാകത്തിൽ ഇത് അവർക്ക് സേഫ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സേഫ് ആൻഡ് റിപ്പീറ്റേറ്റീവ് ആയിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. വാട്ട് ഹി ഈസ് തിങ്കിങ് അബൌട്ട് ഈസ് ഇറാഷണൽ, അത് നിലവിലുള്ളതല്ല, റിയൽ അല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ അവരുടെ ഈ പിന്നെ ബിഹേവിയറിൽ വരുന്ന അതിനുശേഷം വരുന്ന ഈ ബിഹേവിയർ ആസ്പെക്ട്സിൽ വരുന്നതും കറക്റ്റ് ചെയ്യാൻ അവർക്ക് തന്നെ മെല്ലെ മെല്ലെ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പിന്നെ പിറകിലുള്ള ആശയം. CBTയുടെ പാനിക് ഡിസോർഡറിലുള്ള CBTയുടെ സംഗതി അതാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവർക്ക് ചെയ്യാവുന്ന മറ്റൊരു സംഗതി റിലാക്സേഷൻ തെറാപ്പിയാണ്, റിലാക്സേഷൻ ടെക്നിക്സ്. ഡീപ് ബ്രീതിങ് എടുക്കാൻ ഉള്ള, പിന്നെ അവരുടെ എക്സർഷൻ മുഴുവൻ കുറക്കാനുള്ള തരത്തിലുള്ള സംഗതികൾ, കൺട്രോളിങ് ബ്രീതിങ്, ഈവൻ മുഴുവൻ പവറിനെയും ഒരു പ്രത്യേക ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്ന തരത്തിലുള്ള വാട്ട് എവർ ബി ദാറ്റ് പോയിന്റ്, അത് ഏത് പിന്നെ വിശ്വാസപ്രകാരം എങ്ങനെ എന്നുള്ളത് വേറെ വിഷയമാണ്. മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത്, മെഡിറ്റേഷൻ പിന്നെ വളരെ ക്രമപ്രകാരം ഒരു നിശ്ചയ സമയത്ത് മെഡിറ്റേഷൻ ചെയ്തിട്ട് ഈ തരത്തിലുള്ള വിചാരങ്ങളിൽ നിന്ന് അവർ സ്വയം മുക്തരാവുക എന്നുള്ളത്, അതാണ് റിലാക്സേഷൻ ടെക്നിക്കിന്റെ പിറകിലുള്ള ആശയം. പിന്നെ എക്സ്പോഷർ തെറാപ്പിയാണ്. എക്സ്പോഷർ തെറാപ്പി എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞ സംഗതി തന്നെയാണ്. എന്താണ് ഈ ഫ്ലൈറ്റ് സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന എറൗസൽ ഫാക്ടർ, അതിന് നമ്മൾ പിന്നെ അതിനോട് എക്സ്പോസ് ചെയ്യുക, ഫ്ലഡിങ് എന്നും പറയുകയാണ്. അങ്ങനെ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് ഇയാൾ വിചാരിക്കുന്ന ഈ പിന്നെ ഡ്രെഡഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ, ഫിയർ സിറ്റുവേഷൻ പിന്നെ ശരിയല്ല എന്ന് സ്വയം തന്നെ, അതാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള സംഗതി. അവർ സ്വയം ഇതിങ്ങനെയല്ല, ഞാൻ വിചാരിക്കുന്ന കാര്യം പിന്നെ റീസണബിൾ അല്ല, അത് ഫാക്ച്വൽ അല്ല,
അത് തികച്ചും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു എന്ന് അവരുടെ മനസ്സിലേക്ക് എത്തിക്കുന്നതിനുള്ള exposure to the arousal factor. With each exposure, the patient becomes less afraid of these internal bodily sensations. ഈ സെൻസേഷൻസ് എന്ന് പറയുന്നത് എക്സ്റ്റേണലും ആവാം. പാനിക് അറ്റാക്കിൽ സെൻസേഷൻസ് എന്ന് പറയുന്നത് എക്സ്റ്റേണലും ആവാം, ഇന്റേണലും ആവാം. അകത്തുനിന്നുള്ള ഏതെങ്കിലും ഒരു ചോദനയെ ഇവർ തെറ്റിദ്ധരിച്ചിട്ട് ഇതാ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ പോവാണ് എന്ന് വിചാരിച്ചിട്ട് അതിന്റെ പിറകിൽ സ്വെറ്റിങ്, അതുപോലെ മറ്റ് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് എന്ന് തോന്നാവുന്ന തരത്തിലുള്ള പിന്നെ ലക്ഷണങ്ങളൊക്കെ കാണിക്കൽ, ഇതൊക്കെയാണല്ലോ നമ്മൾ ഇതിന്റെ പിന്നെ സൂചനകളായിട്ട് ആദ്യം നമ്മൾ പറഞ്ഞത്. അപ്പൊ അത് ശരിയല്ല എന്ന് സ്വയം ബോധ്യപ്പെടുന്നതിനുള്ള എക്സ്പോഷർ തെറാപ്പിയും ഇതിന്റെ ട്രീറ്റ്മെന്റ് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഫാർമക്കോളജിക്കൽ ഇന്റർവെൻഷൻ, മെഡിക്കേഷൻ ഞാൻ പറഞ്ഞു. അതിൽ ആന്റി ഡിപ്രസൻസും ബെൻസോ ഡൈസിപ്പൈൻസ് എന്നും പറയുന്ന 2 ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ആണ് അതിന് പറ്റുക. ഇത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ രണ്ടാമത്തെ പിന്നെ കേസിലേക്ക്, രണ്ടാമത്തെ ഡിസോർഡറിലേക്ക് പോവാം. ഇപ്പൊ രണ്ടാമത്തെ എന്ന് ഞാൻ പറയുന്നത് ആങ്സൈറ്റി എന്ന് പറയുന്ന പ്രശ്നത്തിൽ ആങ്സൈറ്റി ഡിസോർഡർ, പിന്നെ ഒന്നാമത്തേതായിട്ട് പാനിക് ഡിസോർഡർ അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് റിക്കറന്റ് ആയിട്ട് വരുന്ന സമയത്ത് അതിന് പാനിക് ഡിസോർഡർ എന്ന് പറയുന്നു. പിന്നെ ഫോബിയ എന്ന് പറയുന്ന സംഗതി. ഈ ഫോബിയ എന്നുള്ള വാക്ക് നമ്മൾ ജനറൽ ആയിട്ട് ഒരു ഫിയർ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന, പാനിക്കും അതെ ഫിയർ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. അതൊരു ഇറാഷണൽ ഫിയർ ആണ്, ഒരു ബേസ്ലെസ് ഫിയർ ആണ്. ഈ ഫിയറിനുള്ള ഫാക്ടർ എന്ന് പറയുന്നത് എവിടെയും നിലനിൽക്കുന്നില്ല. അങ്ങനെ ഉണ്ട് എന്ന് തോന്നും. ഈ കൂറേനെ പാറ്റാനെ കാണുന്ന സമയത്ത് അലറി വിളിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതൊരു ഭയങ്കരമായ ഒരു പിന്നെ ഹിംസിക്കുന്ന ജന്തുവാണെന്നോ അല്ലെങ്കിൽ പ്രാണിയാണോ എന്നുള്ള ഒരു തോന്നൽ അവർക്ക് തെറ്റായിട്ട് വന്നുകൊണ്ടാണ് അങ്ങനെ അവർക്ക് വരുന്നത്. ഈ പിന്നെ ഇൻസെക്ട്സിന് ഭയമുള്ള ഒരുപാട് കുട്ടികളും ആളുകളും നമുക്ക് ഉണ്ട്. അപ്പൊ അതൊക്കെ ഫോബിയയുടെ കൂട്ടത്തിൽ വരുന്നതാണ്. ഈ ഫോബിയ എന്നുള്ള പദം ഉണ്ടായിട്ടുള്ളത് ഒരു പിന്നെ ഗ്രീക്ക് ഗോഡിന്റെ ഫോബോസ് PHOBOS ഫോബോസ് എന്നുള്ള ഒരു ഗ്രീക്ക് ഗോഡിന്റെ പേരിൽ നിന്നാണ് ഈ ഗോഡ് എനിമീസിനെ വല്ലാതെ ഫ്രൈറ്റൻ ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു അത്ര. അതിൽ നിന്ന് ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഫോബിയ എന്നുള്ള പദം വന്നത് എന്ന് പറയും. അതൊരു ഇന്റൻസ് ആൻഡ് ഇറാഷണൽ ഫിയർ ഓഫ് സം ഓബ്ജക്ട്, ലിവിങ് തിങ് ഓർ സിറ്റുവേഷൻ ആണ്. നമുക്കതിനെ ഒരു ലേമാൻസ് വേയിൽ ഡിഫൈൻ ചെയ്താൽ ഫോബിയ ഈസ് an intense and irrational fear of some object or living being, any living thing or a situation that is generally not harmful. Really, it is not that harmful. നമ്മൾ പിന്നെ ഒരു ഭയപ്പെടേണ്ടുന്ന ഒരു സംഗതിക്ക് നമ്മൾ ഭയപ്പെട്ടാൽ അത് ശരി. നേരെ മറിച്ച് ഒട്ടും ഭയം ജനിപ്പിക്കാൻ പാടില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് വല്ലാതെ ഭയപ്പെടുന്ന ഒരവസ്ഥയാണ് ഫോബിയയിൽ ഉള്ളത് എന്ന് പറയണം. ഈ ഒരു സെന്റൻസ് ആണ് നമുക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, മീനിങ് അതല്ലെങ്കിൽ ഒരു ഡെഫിനേഷൻ, റഫ് ഡെഫിനേഷൻ ആയിട്ട് പറയാവുന്നത്. ആൻ ഇന്റൻസ് ആൻഡ് ഇറാഷണൽ ഫിയർ ഓഫ് സം ഓബ്ജെക്ട്, ലിവിങ് തിങ് ഓർ ലിവിങ് ബീയിങ് ഓർ സിറ്റുവേഷൻ ദാറ്റ് ഈസ് ജനറലി നോട്ട് ഹാർംഫുൾ ഓർ ദാറ്റ് ഈസ് നോട്ട് ത്രെട്ടനിങ് അവർ സേഫ്റ്റി. The patients may be aware that they show excessive fear. അതതിൻ്റെ വേറൊരു പ്രത്യേകതയാണ്. അവര് ഇത് അങ്ങനെ ഭയപ്പെടേണ്ട ഒരു കാര്യമല്ല എന്ന് അറിഞ്ഞിട്ടും അൺകൺട്രോളബിൾ ആയിട്ട് ഇറാഷണൽ ആയിട്ട് ഫ്രൈറ്റൻ ചെയ്യപ്പെടുകയാണ്. അകത്തും തന്നെ അവർക്ക് ഭയം വന്നുകൊണ്ടിരിക്കുകയാണ്. They have no control over the fear. And ഈ ഫിയർ ഫാക്ടർ അവരെ ഓവർവെൽം ചെയ്തിട്ട് അവരെ കീഴ്പ്പെടുത്തിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവരുടെ ഡെയിലി ടാസ്ക്സ്, അവരുടെ ഡെയിലി റൂട്ടീൻസ്, അവരുടെ പിന്നെ നോർമൽ ഫങ്ഷനിങ്, ഇതെല്ലാം തടസ്സപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ. ഇത് 3 തരത്തിലുള്ളതാണ് ജനറൽ ആയിട്ട് നമുക്ക് ഫോബിയനെ കുറിച്ച് പറയാൻ പറ്റുക, അതിന്റെ ക്ലാസിഫിക്കേഷൻ ആയിട്ട്. ഒന്നാമത്തത് സ്പെസിഫിക് ഫോബിയാസ് ആണ്. മറ്റൊന്ന് സോഷ്യൽ ഫോബിയ ആണ്. മൂന്നാമതൊന്ന് നമ്മൾ നേരത്തെ ആ ഒരു വാക്ക് പാനിക് ഡിസോർഡറിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഗോരഫോബിയ എന്ന് പറയുന്ന മൂന്നാമത്തെ. ഈ സ്പെസിഫിക് ഫോബിയാസ് എന്ന് പറയുന്ന കുറേ എണ്ണം, കുറേ ഓരോരോ സംഗതികൾ എടുത്തിട്ട്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പാറ്റയുള്ള ഭയം, അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള പിന്നെ ഒബ്ജക്റ്റ് ഓഫ് ഫോബിയ ഈസ് ദാറ്റ് പർട്ടിക്കുലർ കോക്രോച്ച്. അതിനെ കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന ഭയം, പട്ടിയെ കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന ഭയം, അല്ലെങ്കിൽ പാമ്പിനെയുള്ള ഭയം, ഇതൊക്കെ ഒരു സ്പെസിഫിക് ഓബ്ജക്റ്റിന്റെ ഒരു സ്പെസിഫിക് സ്റ്റിമുലസ് ഫോർ ഫിയർ ആയിട്ട് വരുമ്പോൾ അതൊരു സ്പെസിഫിക് ഫോബിയ ആണ് എന്ന് പറയും.
നമ്മൾ പറയും ഇറേഷണൽ ഫിയർ ഓഫ് സ്പെസിഫിക് ഓബ്ജക്ട്സ്, ആനിമൽസ് ഓർ സിറ്റുവേഷൻസ്. അതിന് നമുക്ക് പിന്നെ ഈ ഫിയറിന്റെ സോഴ്സ് ഏതാണ് എന്നുള്ളതിനനുസരിച്ചിട്ട് വേണമെങ്കിൽ വീണ്ടും തരംതിരിക്കാം. ആനിമൽ ഫോബിയ എന്നും പിന്നെ നാച്ചുറൽ എൻവയോൺമെന്റൽ ഫോബിയ എന്നും. ഉദാഹരണത്തിന് ഹൈറ്റിലേക്ക് പോകുന്ന സമയത്ത് പിന്നെ ഹൈറ്റിനെ ഭയപ്പെടുന്നവര്, അല്ലെങ്കിൽ കാറ്റിനെ ഭയപ്പെടുന്നവര്, അല്ലെങ്കിൽ വെള്ളത്തെ ഭയപ്പെടുന്നവർ, ഇതൊക്കെ ഒരു എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. നാച്ചുറൽ എൻവയോൺമെന്റൽ ഫോബിയ. പിന്നെ ഈ പിന്നെ മെഡിക്കൽ പ്രൊസീജിയറൽ ആയിട്ടുള്ള സംഗതികളെ ഭയപ്പെടുക എന്നുള്ളത്, പിന്നെ ബ്ലഡ് എടുക്കുന്നത് സമയത്ത്, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്യുന്ന സമയത്ത്, എന്തെങ്കിലും ഇഞ്ചുറിക്കുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്തൊക്കെയുള്ള അതിനെക്കുറിച്ചുള്ള അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ കാര്യകാരണ ബന്ധമില്ലാത്ത തരത്തിലുള്ള പേടികൾ, ബ്ലഡ് ഇഞ്ചക്ഷൻ ഇഞ്ചുറി ഫോബിയാസ് മൂന്നാമത്തെ തരം. പിന്നെ നാലാമത്തെ തരം സിറ്റുവേഷണൽ ഫോബിയാസ്, പിന്നെ പറക്കൽ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, എയർ ട്രാവൽ അല്ലെങ്കിൽ ഫ്ലൈറ്റ്, ഇതിനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ഡ്രൈവിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ച്, ആ ആക്ടിനെ കുറിച്ചുള്ള ഭയം. ഇങ്ങനെ പിന്നെ ജനറൽ ആയിട്ട് ഇതിലൊന്നും പെടാത്ത അതർ ഫോബിയാസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന പല സിറ്റുവേഷൻസിലും. അങ്ങനെ 5 തരത്തിലുള്ളതിനെ കുറിച്ച് നമുക്ക് പറയാം എന്നുള്ളതാണ് ഈ സ്പെസിഫിക് ഫോബിയയില്. അതർ ഫോബിയാസ്, ദെൻ situational phobias related to certain life situations, then blood or ട്രാൻസ്ഫ്യൂഷൻ തന്നെ ആവണമെന്നില്ല, അത് കളക്ഷനോ ആവാം. അവർക്ക് രക്തത്തിന്റെ നിറം കാണുമ്പോഴൊക്കെ ഫോബിയ വരുന്ന തരത്തിലുള്ള ആളുകളാണെന്ന് പറയാം. ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് ഭയമുള്ള കുട്ടികളും ആളുകളും, പിന്നെ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാകുന്ന സമയത്ത് അതിന് പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊക്കെയുള്ള അതിനെക്കുറിച്ചൊക്കെയുള്ള ഭയം. അതെല്ലാം മെഡിക്കൽ പ്രൊസീജിയറൽ ഫോബിയ ആയിട്ട് പറയാം, മെഡിക്കൽ പ്രൊസീജിയറൽ ഫോബിയ. പിന്നെ ഒന്ന് നാച്ചുറൽ എൻവയോൺമെന്റൽ ഫോബിയ, ആദ്യം പറഞ്ഞത് ആനിമൽ ഫോബിയ. ഇതാണ് സ്പെസിഫിക് ഫോബിയയുടെ ഒരു സബ് ക്ലാസിഫിക്കേഷൻ. പിന്നെ ഒരു സോഷ്യൽ ഫോബിയ എന്ന് പറയുന്നത് പിന്നെ ജനക്കൂട്ടത്തിലേക്കും ആളുകളുടെ ഇടയിലേക്ക് പോകാനുള്ള ഒരു ഭയത്തെ കുറിച്ച് പറയുന്നതാണ്. ഇറ്റ്സ് എ പെർസിസ്റ്റന്റ് ഇറാഷണൽ ഫിയർ അസോസിയേറ്റഡ് വിത്ത് പ്രസൻസ് ഓഫ് അതർ പീപ്പിൾ. അവര് ഒരു സോഷ്യലി തീരെ ഡെവലപ്ഡ് അല്ലാത്ത, ഇമോഷണലി ഡെവലപ്ഡ് അല്ലാത്ത തരത്തിലുള്ള ആളുകൾക്ക് വരാവുന്ന ഒരു പ്രശ്നമാണിത്. എക്സ്ട്രീം ഫീലിംഗ് ഓഫ് ഷൈനസ് ആൻഡ് ബോഡി കോൺഷ്യസ് ആയിട്ടുള്ള, സെൽഫ് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾക്ക് these cause really a powerful fear complex in them. അവരുടെ പ്രശ്നം ആളുകളുടെ ഇടയിൽ നിന്ന് അവർ മാറി മാറി പോകുന്നതാണ്. സോഷ്യൽ ഒക്കേഷൻസിൽ അവർ വെലുങ്ങനെ പിന്നെ കൂടുതൽ നേരം തങ്ങില്ല എന്നുള്ളതാണ്. They are okay with familiar people, they are okay with family members, etc. But when they are in a crowd of strangers or a collection of people for a particular occasion, they feel slightly disturbed. Not slightly, very much disturbed. People with social phobia can interact easily with close and familiar persons. Meeting new people, talking in a group or speaking in public can trigger the phobic reaction. ഇതാണ് സോഷ്യൽ ഫോബിയയുടെ കാര്യങ്ങൾ. ചെറിയ കുട്ടികളിൽ ഉണ്ടാകുന്ന പിന്നെ സോഷ്യൽ ഫോബിയ തന്നെയാണ് ഒന്നാമത്തെ ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച കുട്ടികളെ ഒരു ഗ്രൂപ്പിൽ സ്കൂളിലേക്ക് ആ ഗ്രൂപ്പിന്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ സോഷ്യൽ ഫോബിയ തന്നെയാണ്. അതിന് നമ്മൾ കുറച്ചുകൂടെ സ്പെസിഫിക്കലി സ്കൂൾ ഫോബിയ എന്ന് പറയും. പിന്നീടും അത് പിന്നെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഫോബിയ ആയിട്ട് കുട്ടികളിൽ ഒരു പ്ലേയിങ് ട്രാൻഡ്, സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്ന തരത്തിലുള്ള കുട്ടികളിൽ ഈ ഫോബിയ നിലനിൽക്കുന്നു എന്നും നമുക്ക് പറയാം. മൂന്നാമത്തത് അഗോറഫോബിയ ആണ്. ഇറ്റ്സ് എ ഫിയർ ഓഫ് ബീയിങ് ഇൻ സിറ്റുവേഷൻസ് വേർ എസ്കേപ്പ് ഈസ് തോട്ട് ടു ബി ഡിഫിക്കൽട്ട്. ഒരു ടണലിന്റെ ഉള്ളിൽ പെടുക, അതല്ലെങ്കിൽ ഒരു സബ്വേയിലേക്കൂടെ പോവുക. ആ സബ്വേയിൽ ഇലുമിനേറ്റഡ് ആണ്. അവിടെ എത്തുന്ന സമയത്ത് പെട്ടെന്ന് പവർ ഫെയിലിയർ ആയി ഇയാൾ ആകെ പിന്നെ ചത്ത് ജീവിക്കേണ്ട തരത്തിൽ ആയിട്ട് മാറും. അപ്പൊ അതൊരു ഒരു ഓപ്പൺ സ്പേസിനാ, ക്രൗഡഡ് പ്ലേസിനാ, പിന്നെ ഈ തരത്തിലുള്ള സബ്വേ അതല്ലെങ്കിൽ അണ്ടർ പാസ് പോലുള്ള പിന്നെ ഇലുമിനേഷനിലെ ടണൽസിലേക്കൂടെ പോകുന്ന സമയത്ത് ആ തരത്തിലേക്ക് സമയത്ത് വരുന്ന തരത്തിലുള്ള ഈ പ്രശ്നമാണ് അഗോറഫോബിയ എന്നുള്ളത്. ഇത് നമ്മൾ പാനിക്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Is a fear of being in situations where escape is thought to be difficult or that help would not be available if something goes wrong, if something goes uncontrollable. ഈ അഗോറഫോബിയ പാനിക് ഡിസോർഡർ ഉള്ള ആളുകളിലും കാണും. അതിനെ നമുക്ക് ഫോബിയ ആയിട്ടും ഫോബിക് ഡിസോർഡർ ആയിട്ടും
പിന്നെ പാനിക് ഡിസോർഡർ ആയിട്ടും ക്ലാസിഫൈ ചെയ്യാമെന്നുള്ളതാണ് പിന്നെ DSM-ന്റെ ഒരു 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 കണ്ടെത്തൽ. അത് പാനിക് ഡിസോർഡറിലെ ആളിലാണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ പിന്നെ പാനിക് ഡിസോർഡർ DSM-4 ടെക്സ്റ്റ് റിവിഷനിൽ അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. It develops slowly and insidiously from early adolescence to late childhood and gradually become weaker, അത് debilitating. ഇതിനെ നമുക്ക് പിന്നെ പാനിക് അറ്റാക്ക് ആയിട്ട് അല്ലെങ്കിൽ പാനിക് ഡിസോർഡറിന്റെ കൂട്ടത്തിൽ പെടുത്താം. It occurs as a source of anxiety and there is a strong urge to avoid. ഇത് ഈ ഫോബിയയുടെ കാര്യത്തിൽ അതാണ്. എവിടെയാണോ ഈ സോഴ്സ് ഓഫ് ഫിയർ ഉള്ളത്, ആ സോഴ്സ് ഓഫ് ഫിയറിനെ നമ്മൾ ഉടനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും, അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. ആ അവോയ്ഡ് ചെയ്യുന്ന ഇയാൾക്ക് പിന്നെ ഒരുപാട് ആശ്വാസം കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്ന ആശ്വാസം അതായത് ചെയ്യാം, അതൊരു കണ്ടീഷനിങ് ആയിട്ട് മാറും. സോ whenever there is an object of fear, whenever there is a source of fear, source that frightens him, he avoids the situation. അതൊരു ലേണിംഗ് ആയിട്ട് വരികയാണ്. അങ്ങനെ ലേണിംഗ് ആയിട്ട് വരുന്ന സമയത്ത് whenever he is in this situation, he will be getting away. അപ്പൊ അതൊരു ഒരു കണ്ടീഷനിങ് ആയിട്ട് വരും. നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അതിനെക്കുറിച്ച് പിന്നീട് പറയുകയും ചെയ്യാം. സോ അങ്ങനെ വരുന്ന സമയത്ത് അതിനെ നമ്മൾ ഈ അഗോറഫോബിയ ഒരു ഫോബിക് ഡിസോർഡറിന്റെ കൂട്ടത്തിലാണ് പിന്നെ നിർത്തുക എന്ന്. വലിയ വ്യത്യാസം അതിൽ വരാനില്ല. ഒരു നമുക്കതിങ്ങനെ വലിയൊരു ഏത് ക്ലാസിഫിക്കേഷനിലാണ് എന്ന് പോകേണ്ടത് എന്നുള്ളത് അതിന് വലിയൊരു വ്യത്യാസം അതിനെക്കുറിച്ചുള്ള പിന്നെ ധാരണയിൽ നിന്ന് വരാൻ ഇല്ല. അപ്പോൾ അതിന്റെ സിംറ്റംസ് ആൻഡ് ക്ലിനിക്കൽ ഫീച്ചേഴ്സിലേക്കാണ് നമുക്കിനി പോകേണ്ടത്. അപ്പൊ ഇപ്പോൾ നമ്മൾ പിന്നെ അതിന്റെ ക്ലാസ്സസ് ആയിട്ട് അതിന്റെ പിന്നെ ഗ്രൂപ്പ്സ് ആയിട്ട് സ്പെസിഫിക് ഫോബിയയിൽ 5 സബ് ഗ്രൂപ്പ്സ് മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നെ ഈ സോഷ്യൽ ഫോബിയയിൽ പിന്നെ സ്കൂൾ ഫോബിയ ഇൻക്ലൂഡിങ് ആണ് എന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞാൽ ഓപ്പൺ സ്പേസസിനെയും അതല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ രക്ഷപ്പെടാൻ സാധ്യത കുറവ് എന്ന് നമ്മൾ തെറ്റായി ധരിക്കുന്ന പിന്നെ സോഴ്സിൽ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവുന്ന ഈ അഗോറഫോബിയ എന്ന് പറയുന്ന സംഗതിയും നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അതാണ് ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് നമ്മൾ മുൻകൂട്ടി ധരിച്ചിട്ട് അവിടത്തേക്ക് നമ്മൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോവാതിരിക്കുക, അതിനെ അവോയ്ഡ് ചെയ്യുന്ന സംഗതിയാണ്. പിന്നെ ഇപ്പൊ ഒരു വലിയ മരത്തിന്റെ തണലിൽ നമുക്ക് ഒരിക്കലും നിൽക്കാനാവില്ല. ഈ മരം ഇപ്പൊ പൊരിഞ്ഞു വീഴുന്ന ആലോചന ഉണ്ടായാലും ഒരു വളരെ ബേസ്ലെസ് ആയിട്ടുള്ള ഒരു ആലോചനയാണ് അത്. അപ്പോൾ അതൊക്കെ ഈ ഓപ്പൺ സ്പേസസിൽ നിൽക്കുന്നതിന്, ക്രൗഡഡ് പ്ലേസസിലേക്ക് പോകുന്നതിന്, പിന്നെ ടണൽസിലേക്കോ അല്ലെങ്കിൽ സബ്വേയിലേക്കോ പോകുന്നതിനൊക്കെ ഇയാളെ പിന്നെ അയാളെ പിറകോട്ട് വലിപ്പിക്കും എന്നുള്ളതാണ്. ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, സിംറ്റംസ്, നമ്മൾ പിന്നെ പാനിക് അറ്റാക്കിൽ പറഞ്ഞ ഈ ശാരീരികമായിട്ടുള്ള പിന്നെ ബോഡിലി ചേഞ്ചസ് അതുപോലുള്ള സംഗതികളിൽ കുറച്ചെണ്ണം മാത്രം, അതിനേക്കാൾ അത്രയും ഗുരുതരാവസ്ഥയിൽ വരുന്ന ശാരീരിക പ്രശ്നങ്ങൾ ഫോബിയയിൽ ഇല്ല. ഇതൊരു ഫിയർ സിറ്റുവേഷനാണ്. ഫോബിയ എന്ന് പറയുന്ന ഒരു ഇറാഷണൽ ഫിയർ സിറ്റുവേഷനാണ്. പക്ഷെ അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫിയർ ഈസ് എ നോർമൽ ഫിയർ ആൻഡ് ഫോബിയ ഡിഫേഴ്സ് ഇൻ ദ ആങ്സൈറ്റി ആൻഡ് ദ intensity of the anxiety involved. ഫിയറിൽ ആങ്സൈറ്റിയുടെ ഡെപ്ത്, അതിന്റെ ഇന്റൻസിറ്റി കുറവും, ഫോബിയയിലെ ആങ്സൈറ്റി വളരെ കൂടുതലാണ്. നമ്മുടെ ആങ്സൈറ്റിയുടെ അടിയിലാണ് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നത്. പാനിക് അറ്റാക്കിനെ കുറിച്ചും പാനിക് ഡിസോർഡറിനെ കുറിച്ചും പിന്നെ ഫോബിക് ഡിസോർഡറിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ആങ്സൈറ്റിയുടെ അടിയിലാണ്. ഇതിലെല്ലാം ആങ്സൈറ്റി എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള ഫീലിംഗ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ലെങ്ത് പിന്നെ ഫിയറിനുള്ള പിന്നെ എത്ര സമയത്തേക്ക് നമ്മളെ അത് കീഴ്പ്പെടുത്തും എന്നുള്ളതിനേക്കാൾ കുറവ് സമയത്തേക്ക് നമ്മളെ ഫോബിയ നമ്മളെ കീഴ്പ്പെടുത്തും. ഉടനെ നമ്മളിത് ലേൺ ചെയ്യും, എന്നിട്ട് ആ സിറ്റുവേഷനിൽ നിന്ന് ബോധപൂർവം മാറാനും മറ്റും ശ്രമിക്കും. അപ്പോൾ നോർമൽസി വിൽ ബി റീഗെയിൻഡ്, ഈക്വിലിബ്രിയം വിൽ ബി റീഗെയിൻ. നമ്മൾ ഹോമിയോസ്റ്റാറ്റിക് ബാലൻസ് നമ്മൾ ഉടനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. എ പേഴ്സൺ വിത്ത് ഫോബിയ ഹാസ് ഹൈ ലെവൽ ഓഫ് ആങ്സൈറ്റി ആൻഡ് ഡ്രെഡ് when he comes into contact with the object of their phobic reaction. The person experiences the level of fear for a period of 6 months or more. ഇതിങ്ങനെ തുടർച്ചയായിട്ട് വരുന്ന സമയത്താണ് ഇതൊരു ഡിസോർഡർ ആയിട്ട് നമ്മൾ അതിനെ പിന്നെ സ്റ്റേറ്റ് ചെയ്യുക, ഡിസോർഡർ ആയിട്ട് നമ്മൾ അതിനെ പരിഗണിക്കുക. The phobic situation usually is avoided by the person if forced to endure. അതിൽ നമ്മൾ അയാളെ അങ്ങനെ വിടുന്നില്ലെങ്കിൽ അതൊരു മാനസികമായിട്ടുള്ള പീഡനമായിട്ട് ഇയാൾക്ക് അനുഭവപ്പെടുമെന്നേ ഉള്ളൂ. ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഡിസ്കംഫർട്ട് ഫോർ ഹിം. ദ റിയാക്ഷൻ മേ ബി ലൈക്ക് ദാറ്റ് ഓഫ് പാനിക് അറ്റാക്ക് ഓർ എ ലിറ്റിൽ ലെസ് സിവിയർ ദാൻ ദാറ്റ്. അപ്പോൾ പാനിക്
ആങ്സൈറ്റി പാനിക് അറ്റാക്കിനേക്കാളും ലെസ് സിവിയർ ആയിട്ടുള്ള പിന്നെ സിംറ്റംസ് വരുന്ന ഒരു സിറ്റുവേഷനാണ് ഫോബിക് ഡിസോർഡറിൽ ഉള്ളത്. അതിൽ നമ്മൾ 2-3 കാര്യങ്ങൾ ആ സമയത്ത് ഇയാളുടെ തോട്ട്സ് ആൻഡ് ബിഹേവിയേഴ്സിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് അറിയേണ്ടത്. ദി അറ്റൻഷൻ ഈസ്, അയാളുടെ കോഗ്നീഷൻ പൂർണ്ണമായിട്ടും ഡയറക്റ്റഡ് കംപ്ലീറ്റ്ലി ടുവേർഡ്സ് ദ ഒബ്ജക്റ്റ് ഓഫ് ഫോബിക് സ്റ്റിമുലൈ ആണ്. ഹിസ് അറ്റൻഷൻ ഈസ് കംപ്ലീറ്റ്ലി ഓവർ ദ, ഇപ്പൊ പാറ്റയുടെ കാര്യത്തിൽ ആണെങ്കിൽ ഇതൊരു പിന്നെ എന്നെ വിടാത്തൊരു സാധനമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇയാളുടെ വേറെ ഒന്നും അയാൾ കാണുകയും കേൾക്കുകയും ചെയ്യില്ല. ഹിസ് കംപ്ലീറ്റ് അറ്റൻഷൻ will be on this source of stimulus or the phobic stimulus, and his feeling will be that of intense fear, and his behavioral response will be that of getting away from the situation. ഈ 3 കാര്യങ്ങൾ ഇതിൽ ഒന്നിന് പറയാൻ മറ്റൊന്നായിട്ട് നമ്മൾ അതിന്റെ ബേസിക് ആയിട്ട് സംഗതികളായിട്ട് മനസ്സിൽ വെക്കാം. the cognitive thing will be the entire attention concentration will be on the stimuli causing phobia, and the affect or the feeling will be that of intense fright, and the behavior or the doing or the action aspect will be how to escape from the scene, from the situation, escape or flight. As soon as the person escapes, the negative effect and the accompanying physiological reactions subside, come down, or gets reduced. He will be regaining normalcy very, very quickly. Thus, the flight reaction is reinforced as it provides a relief from tension. ഇതൊരു ഒപ്പറാൻറ്റ് കണ്ടീഷനിങ്ങിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഈ ഫ്ലൈറ്റ് റിയാക്ഷൻ, ഒരു സ്റ്റിമുലസ് ഉണ്ടാവുന്നു, ആ സ്റ്റിമുലസ് ഇയാളെ മാനസികമായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു, ഇയാൾ അവിടുന്ന് രക്ഷപ്പെടുന്നു. ആ രക്ഷപ്പെടൽ ഇയാൾക്ക് ഒരു റിവാർഡായിട്ട് ഫീൽ ചെയ്യുന്നു. ഈ ആക്ഷന്റെ കോൺസിക്വൻസ് ഇതിനെ റീഇൻഫോഴ്സ് ചെയ്യാണ്. ആ റീഇൻഫോഴ്സ്മെന്റ് ഇതിനെ ഇയാളെ പിന്നീട് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതൊരു ലേണിംഗ് ആയിട്ട് വരും, ഇതൊരു കണ്ടീഷൻ ലേണിംഗ് ആയിട്ട് വരും. ആ കണ്ടീഷൻ ലേണിങ്ങിനെ ലേൺ ചെയ്യൽ തന്നെയാണ് ഫോബിക് ഡിസോർഡറിൽ നിന്ന് അയാളെ പുറത്തു കൊണ്ടുവരാനുള്ള കൗൺസിലേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഒപ്പറാൻറ്റ് കണ്ടീഷനിങ് ടൈപ്പ് ഓഫ് ലേണിംഗ് നടക്കുന്നുണ്ട്. ദ ഫ്ലൈറ്റ് റിയാക്ഷൻ is reinforced as it provides relief. ഈ റിലീഫ് ആണ് ഇയാളുടെ റിവാർഡ്, ഇയാളുടെ ഈ ബിഹേവിയറിന്റെ കോൺസിക്വൻസ്. Person with a phobia will experience the following symptoms. They are common across the majority of phobias. ഒരു 3-4 പറഞ്ഞാല് a sensation of uncontrollable anxiety when exposed to source of fear. ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് വേറൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. A sensation of uncontrollable anxiety when exposed to the object of phobia, object of fear. Number 2, a feeling that the source must be avoided at any cost. എന്ത് ത്യാഗം ചെയ്തിട്ടായാലും തിരക്കില്ല, ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടേ മതിയോ. Number 3, not being able to function properly when exposed to the trigger. ഈ ട്രിഗർ വരുന്ന സമയത്ത് നോർമൽ ഫംഗ്ഷനിങ് ഔട്ടായി, ഇയാൾക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാനാവില്ല. So he is unable to function properly. And the last one, acknowledge that the fear is irrational, unreasonable, and exaggerated, combined with an ability to control the feelings. ഇയാൾക്ക് അറിയാം ഇത് പിന്നെ ഇറാഷണൽ ആണ്, അൺറീസണബിൾ ആണ്, എക്സാജറേറ്റഡ് ഇൻ ദ മൈൻഡ് ഒക്കെയാണ്. പക്ഷെ എന്നാലും അയാൾക്ക് അതിൽ നിന്ന് പൂർണ്ണമായിട്ടും വിമുക്തനാവാൻ കഴിയാത്ത തരത്തിൽ ഇയാളേത് ഭരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഫിസിക്കൽ സിംറ്റംസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഒരു പിന്നെ പാനിയൽ കേട്ട ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ഓർമ്മിച്ചാൽ മതി. ഒരു റേസിംഗ് ഹാർട്ട്, ദെൻ ചെസ്റ്റ് പെയിൻ ആൻഡ് ടൈറ്റ്നെസ് ഓഫ് ദ മസിൽസ്, ഡിഫിക്കൽട്ടി ഇൻ ബ്രീതിങ്, ട്രംബ്ലിംഗ് ആൻഡ് ഷേക്കിംഗ്, സ്വെറ്റിംഗ്, നോസിയ ആൻഡ് ഡ്രൈ മൗത്ത്. ഇത്രയാണ് ഫോബിക് ഡിസോർഡറിലത്തെ ഫിസിക്കൽ ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന സിംറ്റംസ്. ഇതിൽ നമ്മളന്ന് പാനിക് ഡിസോർഡറിന്റെ സമയത്ത് ഇന്റേണൽ ഓർഗൻസിനെയും പിന്നെ സ്കിൻ, മസ്കുലർ ടിഷ്യൂവിനെയൊക്കെ ബാധിക്കുന്നതായിട്ട് ക്ലാസിഫൈ ചെയ്ത് ഓർമ്മിച്ചിട്ടുണ്ട്. അതിൽ പറയുകയാണെങ്കിൽ റേസിംഗ് ഹാർട്ട്, ചെസ്റ്റ് പെയിൻ ആൻഡ് ടൈറ്റ്നസ് ഓഫ് ദ ഹാർട്ട് മസിൽസ് എന്നുള്ളത് ചെസ്റ്റ് പിന്നെ ഹാർട്ട് അല്ലെങ്കിൽ കാർഡിയാക് സിസ്റ്റമിലേക്ക് പോകും. ഡിഫിക്കൽട്ടി ഇൻ ബ്രീതിങ്ങിലെ ലങ്സിന്റെ സിസ്റ്റത്തിന് നമുക്ക് പറയാം. ട്രംബ്ലിംഗ്, ഷേക്കിംഗ് മസ്കുലർ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സ്വെറ്റിംഗ് സ്കിന്നുമായിട്ട്. നോസിയ ആൻഡ് ഡ്രൈ മൗത്ത്. നോസിയ നമുക്ക് പിന്നെ ഈ ഒരു നമ്മൾ കുടലിൽ നിന്ന് ഇങ്ങോട്ട്
അനുഭവപ്പെടുന്ന ഒരു വേവി മോഷനാണത്. അതിന് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ എന്നാണ് പറയേണ്ടത്. പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് ഇറങ്ങി പോകാനുള്ള ഇൻവോളണ്ടറി ആയിട്ട് മസിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈസോഫാഗസിലേക്കൂടെ ഭക്ഷണം പോയി അങ്ങ് താഴത്തേക്ക് സ്റ്റൊമക്കിലേക്ക് എത്തുന്നത്. അവിടുന്ന് പിന്നെ പകുതി ദഹിച്ചത് ചെറുകുടലിലേക്കൂടെ നീങ്ങുന്നതൊക്കെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ്. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന സമയത്ത് അകത്തുള്ളത് പുറത്തേക്ക് ചാടും. അങ്ങനെ പുറത്തേക്ക് ചാടാൻ തുടങ്ങുന്ന ഒരു തോന്നലിനാണ് നമ്മൾ ഇത് പറയാ നോസിയ എന്ന് പറയാം. നമുക്കറിയുന്ന കാര്യം. ഡ്രൈ മൗത്ത്, നാവ് ചുണ്ടൊക്കെ വരളുന്ന ഒരവസ്ഥ. ഇനി ഇതിന്റെ എപ്പിഡെമിയോളജി, എറ്റിയോളജി, ഈ രണ്ട് കാര്യങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. എപ്പിഡെമിയോളജിയിൽ നമ്മൾ അതിന്റെ ഒക്കറൻസ്, ഡിസ്ട്രിബ്യൂഷൻ, കൺട്രോളിനെ കുറിച്ചാണ് പറയുക. എറ്റിയോളജിയിൽ നമ്മൾ അതിന്റെ കോസസിനെ കുറിച്ചാണ് സാധാരണ രീതിയിൽ ആലോചിക്കാം. Epidemiology of phobic disorder. Social phobias are more common than specific phobias. ഇതിന്റെ ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിൽ അഗോരഫോബിയ വളരെ റയർ, അതല്ലെങ്കിൽ പാനിക് ഫോബിയ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. കോമൺ ആയിട്ട് വരുന്നത് സോഷ്യൽ ഫോബിയാസ് ആണ് സ്പെസിഫിക് ഫോബിയയേക്കാൾ. Specific phobias are estimated to be around 4.5%, whereas the prevalence of social phobia is 11%. More common in women than men, like panic disorder. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെയാണ്. എറ്റിയോളജി, അതിന് നമുക്ക് ഫാക്ടേഴ്സ് പറയാവുന്നതാണ്, കോസസ്, ബയോളജിക്കൽ കോസസ് പറയാവുന്നതാണ്, ഫിസിയോളജിക്കൽ കോസസ് കൂടി പറയാവുന്നതാണ്. നമ്മള് ഒരു 20 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് തീർക്കാം പെട്ടെന്ന്, അല്ലേ? ഹലോ, ആളുകൾ നല്ലോണം കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വേഗം തീർക്കാം. കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട് സർ, കേൾക്കുന്നുണ്ട്. കേൾക്കാം. ബയോളജിക്കൽ കോസസ് ഫിസിയോളജിക്കൽ കോസസ്, ഇത് രണ്ട് തരത്തിലുള്ള സംഗതികളാണ് നമുക്ക് എറ്റിയോളജിയിൽ പറയേണ്ടത്. അതിന് ജനറ്റിക് കോസസ് ഉണ്ട് എന്ന് സജസ്റ്റ് ചെയ്യപ്പെടുന്നു, ബട്ട് ഹാസ് നോട്ട് ബീൻ വെൽ എസ്റ്റാബ്ലിഷ്ഡ്. അത്ര ഫോബിയ ഉള്ള ആളുടെ കുട്ടികൾക്കൊക്കെ ഫോബിയ വരുന്ന തരത്തിൽ അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഫാമിലിയൽ പ്രോബ്ലമായിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആർ ലെസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഫോബിയാസ് ദാൻ ദേ ആർ ഇൻ പാനിക് ഡിസോർഡേഴ്സ്. പാനിക് ഡിസോർഡറിൽ ഇതിൽ കുറച്ചുകൂടി സാധ്യത അവിടെ ജനറ്റിക് ഫാക്ടേഴ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ന്യൂറോ ഇമേജിംഗ് ഹാസ് എക്സ്പോസ്ഡ് activation of amygdala in social phobia and specific phobias. ഈ ബ്രെയിനിൽ വരുന്ന ചില മാറ്റങ്ങൾ ഇതിന് കാരണമാവുന്നത് എന്നുള്ളത് ന്യൂറോ ഇമേജിംഗ് കൊണ്ട് വന്നിട്ടുണ്ട്. ബ്രെയിനിലെ തന്നെ അമിഗ്ഡാല നമുക്ക് നേരത്തെ അറിയുന്നത് പോലെ അത് നമ്മുടെ ഇമോഷൻസിന് ആയിട്ട് ബന്ധപ്പെടുന്ന ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഏരിയ ഓഫ് ദ ബ്രെയിൻ ആണ്. There is high incidence of people developing phobias after traumatic brain injuries. അതും വേറൊരു ബയോളജിക്കൽ കോസ് ആയിട്ട് പറയാവുന്നതാണ്. അബ്യൂസ് ഓഫ് സബ്സ്റ്റൻസസ്, ഡിപ്രഷൻ എക്സെട്ര ആർ കണക്റ്റഡ് ടു ഫോബിയാസ്. ഇതില് നമ്മൾ ബയോളജിക്കലി നമ്മൾ കാണുന്ന അത് ജനറ്റിക് ആണെന്ന് പറയാൻ കഴിയില്ല. നമ്മൾ ചില സംഗതികളോട് നമ്മുടെ ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ പ്രിപ്പയർഡ്നെസ്സിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണെന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് ഇപ്പം പാമ്പിനെയുള്ള പേടി, അല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് പോകുന്ന സമയത്ത് മരത്തിൻ്റെയൊക്കെ നല്ല തുച്ഛം കുടിക്ക് പോകുന്ന സമയത്തുള്ള പേടി, ഇതൊക്കെ നമുക്ക് പേടി ശരിക്കും പറഞ്ഞാൽ തരേണ്ടുന്ന സംഗതികളാണ്. അപ്പോൾ അതിന് നമ്മൾ പ്രിപ്പയർഡ് ആണ്. ദോസ് ആർ തിങ്സ് ദാറ്റ് ഷുഡ് മേക്ക് അസ് ഫിയർഫുൾ, ഫ്രൈറ്റൻഡ്. അത് നമ്മുടെ ഒരു സർവൈവൽ ടെക്നിക് കൂടി ആണ് എന്ന് നമുക്ക് പറയാം. നമ്മളിപ്പോൾ പാമ്പിനെ ഇങ്ങനെ ശ്രദ്ധയില്ലാതെ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ സർവൈവലിനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പൊ നമ്മുടെ ഒരു സർവൈവൽ സ്ട്രാറ്റജി എന്നുള്ള നിലയിൽ നമുക്കൊരു പ്രിപ്പയർഡ്നെസ് ഉണ്ട്. ഫിയർ ഏതൊക്കെ ഫ്രൈറ്റനിങ് ആണ്, ഏതൊക്കെ ഫ്രൈറ്റനിങ് അല്ല എന്ന് തീരുമാനിക്കുന്നതിൽ. അപ്പൊ ഈ ഒരു പ്രിപ്പയർഡ്നെസ് ഫിയറിനെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറയുമ്പം
ചില ഓബ്ജക്ട്സ് അതിൽ പെടുന്നതാണ്, ചിലത് അങ്ങനെ അല്ലാത്തത് ആണ്. അങ്ങനെ അല്ലാത്തതിലേക്ക് ഈ ഫിയർ കോംപ്ലക്സ് നമ്മൾ എടുക്കുമ്പോഴാണ് നമ്മൾ അതിനെ കൂടുതലായിട്ട് ഫോബിക് റിയാക്ഷൻ അല്ലെങ്കിൽ ഫോബിക് ഡിസോർഡർ എന്ന് പറയാം. A very different biological view of development of fear is that of preparedness. People are more likely to develop fear of snakes or heights than of books or cups. Thus, there seems to be more preparedness to consider some objects are more phobic than others. Snakes are more phobic than a cup or a book. This preparedness has been retained by nature because the primates who identified these danger signals quickly had a survival advantage. ഇത് നമ്മൾ പിന്നെ മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മുടെ സേഫ്റ്റി, നമ്മുടെ ബയോളജിക്കൽ സേഫ്റ്റി, നമ്മുടെ ലൈഫിന്റെ സേഫ്റ്റി എന്ന് പറയുന്നത് നമുക്ക് സേഫ് ഗാർഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഫോർ എ നോർമൽ പേഴ്സൺ ദ റിയാലിറ്റി ഓഫ് ദ ഡേഞ്ചർ ഈസ് ജഡ്ജ്ഡ്, വൈൽ ഫോർ ദ ഫോബിക് person the reaction is exaggerated. അവിടെയാണ് അതിന്റെ അബറേഷൻ എന്ന് പറയുന്നത്, ആ മെന്റൽ അബറേഷൻ എന്ന് പറയുന്നത് അവിടെയാണ്. നമുക്കത് പിന്നെ റിയാലിറ്റിയിൽ തന്നെ അതിനെ ജഡ്ജ് ചെയ്യാനാവും. whereas a phobic person will not be able to judge it. They will have only a disordered mental state. ഇനി അതിന്റെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇതിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത്, ഫോബിക് റിയാക്ഷൻസിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് കുറച്ച് നമുക്ക് 2-3 സംഗതികൾ ഉണ്ട് ഇതിനകത്ത്. ഒന്ന് സൈക്കോ അനാലിറ്റിക്കൽ തിയറി ആണ്. ഈ സൈക്കോ അനാലിറ്റിക്കൽ തിയറിയിൽ നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്യാണ്, അല്ലെങ്കിൽ പഴയ കാലത്തെ അൺകോൺഷ്യസിൽ നിന്ന് എന്തെങ്കിലും വന്നിട്ടാണോ പുറത്തേക്ക് വന്നിട്ടാണോ ഈ ഫോബിക് റിയാക്ഷൻസ് ഉണ്ടാവുന്നുള്ളത് ഒന്ന് ഡെപ്തിലേക്ക് പോയിട്ട് അസോസിയേഷൻ ടെക്നിക് കൊണ്ടോ അതുപോലെ സൈക്കോ അനാലിറ്റിക് മെത്തേഡ്സ് കൊണ്ടോ ചെയ്യലാണ് ഒന്ന്. മറ്റൊരു ഇതിലത്തൊരു കാര്യം, ഇതിലുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്, നമ്മൾ ഇൻഫൻസിയിൽ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്നുള്ളൊരു സ്റ്റേജ് ഉണ്ട് നമുക്ക്. എറിക്സന്റെ 8 സ്റ്റേജസ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിലെ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്ന് പറയുന്ന ഒന്നാമത്തെ ഒരു ഘട്ടമുണ്ട്. എവിടെയാണോ ഈ ചെറിയ കുഞ്ഞിന് caregivers, mothers, father, everybody who is supporting him with all kinds of needs. അപ്പം അതിന് ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു. അതില്ലാതെ വളരുന്ന ചെറുപ്പത്തിലുള്ള ഇൻഫാൻസിയിലത്തെ കുട്ടിക്ക് മിസ്ട്രസ്റ്റ് ഉണ്ടാവുന്നത്. ഈ മിസ്ട്രസ്റ്റ് എവിടെയോ കടന്നിട്ടാണ് പിൽക്കാലത്ത് അത് ഈ തരത്തിൽ ഫോബിക് സ്റ്റിമുലൈനെ ഐഡന്റിഫൈ ചെയ്യുന്നു, അത് ഫോബിക് റിയാക്ഷൻ ആയിട്ട് വരുന്നത് എന്നും ഉള്ള ഒരു സിദ്ധാന്തവും ഈ സൈക്കോ അനാലിറ്റിക്കൽ തിയറിയുടെ പിറകിൽ ഉണ്ട്. അപ്പൊ എറിക്സന്റെ മിസ്ട്രസ്റ്റിന്റെ പ്രിൻസിപ്പിള്, നമ്മുടെ ഈ ഇൻഫൻസിയിലത്തെ വേണ്ടത്ര ഇത് കിട്ടാത്ത ഈ ഒരു സാഹചര്യം, ഇതും ഇതിലേക്ക് നയിക്കാം. അല്ലെങ്കിൽ നമുക്കുണ്ടായിട്ടുള്ള ഇൻഫൻസിയിൽ ഉണ്ടായിട്ടുള്ള വളരെ സുഖകരമല്ലാത്ത കാര്യങ്ങൾ എവിടെയോ കടന്നിട്ട് ഇതിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നുണ്ട്, ഈ ഒബ്ജക്റ്റ് ഓഫ് ഫോബിയയിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിന്റെ സൈക്കോ അനാലിറ്റിക്കൽ കോസായിട്ട്, സൈക്കോ അനാലിറ്റിക്കൽ തിയറിയിലത്തെ കോസായിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ ലേണിംഗ് തിയറീസിൽ നമ്മൾ ഇതിന്റെ കോസസിനെ കുറിച്ച് പറയുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഇപ്പോൾ ഒപ്പറാൻഡ് കണ്ടീഷനിങ്ങും, എങ്ങനെയാണോ നമുക്ക് ഒരു അറൗസൽ ഉണ്ടാവുന്നത്, ആ അറൗസൽ നമ്മൾ രക്ഷപ്പെടാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ആ രക്ഷപ്പെടൽ നമ്മൾ ഇതിൽ നിന്ന് വേഗം സുഖം പ്രാപിക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു എന്നുള്ളൊരു അറിവ്, എന്നുള്ളൊരു ലേണിങ് ഇതിന് പിറകിൽ ഇത് സ്ട്രെങ്തൻ ചെയ്യുന്നതിന്, ഈ ഫോബിക് റിയാക്ഷൻ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് കാരണമാവുന്നുണ്ട് എന്നുള്ളൊരു സംഗതിയാണ് ലേണിംഗ് തിയറീസിൽ ഒന്നാമതായിട്ട് വരുന്നത്. രണ്ടാമതായിട്ട് ലേണിംഗ് തിയറിയിൽ വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഞ്ചൂരയുടെ സോഷ്യൽ ലേണിംഗ് തിയറി ആണ്. സോഷ്യൽ ലേണിംഗ് തിയറി ടെൽസ് വി ലേൺ ബൈ ഇമിറ്റേറ്റിംഗ് ഓർ മോഡലിംഗ്. എന്താണോ കാണുന്നത്, അത് നമ്മൾ മോഡൽ ചെയ്യാൻ ശ്രമിക്കുന്നു, റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ പലതും പഠിച്ചിട്ടുള്ളത്. അപ്പൊ പാരൻസിന് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആളുകൾക്ക് ഈ തരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ടെങ്കിൽ അത് മോഡൽ ചെയ്യുന്നു, അത് പുതിയ ഫോബിക് റിയാക്ഷൻസ് ഉണ്ടാവുന്നതിന് കാരണമാവും എന്നുള്ള സംഗതിയാണ് നമ്മളെ ഇതിനകത്തുള്ള സോഷ്യൽ ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതിന്റെ അടിസ്ഥാനം. Emphasized within the learning approach is modeling of phobias. A child models behavior
ബിഹേവിയേഴ്സ് മാത്രമല്ല, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഇമോഷൻസ്. ഇഫ് എ ചൈൽഡ് സീസ് എർ മദർ ബീയിങ് എഫ്രൈഡ് ഓഫ് സംതിങ്, ദ സെയിം വുഡ് ബി ഒബ്സർവ്ഡ് ഇൻ ദ ചൈൽഡ് ടു. അത് സോഷ്യൽ ലേണിംഗ് ആണ് അവിടെ റോൾ പ്ലേ ചെയ്യുന്നത്. പിന്നെ ഡയറക്റ്റ് ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സംഗതി, പിന്നെ ഇൻഫർമേഷണൽ ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സംഗതി. ഈ രണ്ട് കാര്യങ്ങൾ കൂടി ആയാലും ലേണിംഗ് തിയറി ആയി. Specific phobias sometimes begin following traumatic experience in the feared situation. A child bitten by a dog, അതൊരു സിറ്റുവേഷൻ ആണ്, ഒരു ട്രോമ സ്ലൈറ്റ്ലി ആയിട്ടാണെങ്കിൽ പോലും നമ്മൾ വലിയ ട്രോമ എന്ന് നമുക്ക് അതിനെ പറയാൻ കഴിയില്ല, എന്നാലും ആ കുട്ടിയെ സംബന്ധിച്ച് ട്രോമ തന്നെയാണത്. ആ ട്രോമാറ്റിക് സിറ്റുവേഷനിൽ പിന്നെ കുട്ടി പിന്നീട് ഇത് കാണുന്ന കുട്ടികൾ പിന്നീട് പിന്നെ പട്ടിക്കെതിരെയുള്ള അല്ലെങ്കിൽ പട്ടിയോടുള്ള ഫോബിയ ഡെവലപ്പ് ചെയ്യുന്നുള്ളതാണ് ഡയറക്റ്റ് എക്സ്പീരിയൻസ്, ഡയറക്റ്റ് ലേണിംഗ് എക്സ്പീരിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Phobias sometimes begin following a traumatic experience in the feared situation. Informational learning. Informational learning എങ്ങനെയാണ് നമ്മളൊരു അതൊരു ട്രോമ സിറ്റുവേഷൻ എടുത്തിട്ടാണ് നമുക്ക് പിന്നെ പറയാൻ വേണ്ടി പറ്റുക. ആ സംഗതിയെ നമ്മൾ ഒരു ഫോബിക് കോസ് ആയിട്ട് അല്ലെങ്കിൽ ഫോബിക് സ്റ്റിമുലൈ ആയിട്ട് കാണുന്നത് നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എന്നാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളിപ്പം ഒരു 2-3 കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു വയനാട്ടിലത്തെ പിന്നെ ക്ലാസ് റൂമിൽ നിന്ന് പിന്നെ പാമ്പേടിയേറ്റ ഒരു കുട്ടിയുടെ ന്യൂസ് ഉണ്ട്. ആ ന്യൂസ് വായിക്കുന്ന ഒരു കുട്ടിക്ക് പിന്നെ ഈ തരത്തിലുള്ള ഒരു ഫോബിക് റിയാക്ഷൻ പിന്നീട് വരികയാണെങ്കിൽ അത് നമ്മൾ പിന്നെ പോസ്റ്റ് ട്രോമാറ്റിക്കിൽ പെടുത്തിക്കൂടാ. കാരണം ട്രോമ ആ തരത്തിൽ അത് ഈ കുട്ടി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ആ സ്കൂളിലേത്തെ കുട്ടികൾക്ക് വരുന്നത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ആണ്. ഈ പാമ്പ് കടിയേറ്റ് മരിച്ച കുട്ടിയുടെ ക്ലാസ്സിലേത്തെ കുട്ടികൾക്ക്, ആ സ്കൂളിലെ കുട്ടികൾക്ക് അത് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് പോസ്റ്റ് ട്രോമാറ്റിക് ആയിട്ടുള്ള സ്ട്രെസ് ആണ്. നേരെ മറിച്ച് ഇത് പത്രവാർത്തയായിട്ട് വന്നിട്ട് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് സ്കൂളിൽ റൂമില്ലാത്ത എവിടെയെങ്കിലും ദ്വാരം ഉണ്ടോ എന്ന് നോക്കുന്നുണ്ടെങ്കിൽ അതൊരു ഫോബിക് സിറ്റുവേഷൻ ആയിട്ട് വളരാവുന്ന, അപ്പൊ തന്നെ ഇത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ വളരാവുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് വരും. ഇതൊരു ഇൻഫർമേഷണൽ ലേണിംഗ് ആണ്. വി ഗെറ്റ് an information of something that has happened somewhere, and this is taken as a cause for phobic reaction. Develop specific phobias after hearing or reading about situations that may be dangerous. എക്സാമ്പിൾ നമുക്ക് ഇത് സൈറ്റ് ചെയ്യാം, ഈ വയനാട് ഇൻസിഡന്റ്. പിന്നെ കോഗ്നിറ്റീവ് തിയറീസ് ആണ്. കോഗ്നിറ്റീവ് തിയറീസിൽ researchers believe that cognitive distortions and catastrophic thoughts may cause such strong fears. നമ്മൾ അറിയുന്ന കാര്യം തന്നെയാണ്, നമ്മുടെ കോഗ്നീഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ തരത്തിലുള്ള അനുഭവങ്ങൾ പിൽക്കാലത്ത് ഈ തരത്തിൽ തുടർന്നു വരുന്ന കാലത്ത് ഈ തരത്തിലുള്ള അനുഭവങ്ങൾ സൃഷ്ടിക്കാം. പീപ്പിൾ വിത്ത് ഫിയർ ഫോർ പിന്നെ സ്പൈഡർ, they believe that spiders single them out for attack and that they will move rapidly and aggressively towards them. ഇത് പിന്നെ ഒരു നമ്മളിപ്പം ഈ പാറ്റയുടെ കാര്യത്തിൽ തന്നെ പറഞ്ഞു, a person with phobia is likely to overestimate the odds of an unpleasant event occurring. നമ്മൾ ഇതിൽ സംഭവിക്കാവുന്നത് എത്രത്തോളമാണോ അതിൻ്റെ എത്രയോ ഇരട്ടിയായിട്ട് കോഗ്നിറ്റീവ് ലെവലിൽ ഇതിനെക്കുറിച്ച് ഇറാഷണൽ തിങ്കിങ് നടക്കുന്നത് കൊണ്ടാണ് ഇത് ഇത്രയൊക്കെ ഗുരുതരമായ പ്രശ്നമായിട്ട് പിന്നീട് വളർന്നു വരുന്നത്. സംഗതി പിന്നെ ഇത്രയേ ഉള്ളൂ എന്നുള്ള നമ്മൾ നേരത്തെ പാനിക്കിന്റെ ട്രീറ്റ്മെന്റിൽ പറഞ്ഞതുപോലുള്ള ഒരു ഫ്ലഡിങ്ങും പിന്നെ ഈ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷനും കൊണ്ടൊക്കെ പരിഹരിക്കാവുന്നതാണ് ഈ കോഗ്നിറ്റീവ് പ്രശ്നങ്ങൾ. ഇതിനെ തിരിച്ചറിഞ്ഞിട്ട് അതിനെ വീണ്ടും ഇങ്ങനെ വളർത്തി മനസ്സിൽ കൊണ്ടുപോകുന്നതിന് പകരം ഡീസെൻസിറ്റൈസ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഫ്ലഡിങ് ഷുഡ് ബി സേഫ് ആയിരിക്കണം. അത് എപ്പോഴും ഇത് ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അല്ലെങ്കിൽ വാട്ട് വുഡ് ബി ദ വേസ്റ്റ് ദാറ്റ് വുഡ് ഹാപ്പൻ, ഈ ഒരു ചിന്ത, ഇതിൽ വരാവുന്നത് പരമാവധി എന്താണ് എന്നുള്ള ചോദ്യത്തോടു കൂടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇറാഷണൽ തിങ്കിങ്ങിൽ നിന്ന് റാഷണൽ തിങ്കിങ്ങിലേക്ക് മെല്ലെ വന്നിട്ട് വേണം ഇയാളിനെ ഉൾക്കൊള്ളാൻ. അതല്ലെങ്കിൽ അത് ദോഷം ചെയ്യും ഫ്ലഡിങ് എന്നുള്ള സംഗതി. ഇതാണ് ഇതിന്റെ ഒരു കോഗ്നിറ്റീവ് ബാക്ക്ഗ്രൗണ്ട്, ഈ ഫോബിയ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ കോഗ്നിറ്റീവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ
ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. ട്രീറ്റ്മെൻറ്റ് നമ്മളിപ്പോൾ പാനിക്കിൽ പറഞ്ഞ അതേ ഒക്കെ കാര്യങ്ങൾ തന്നെയാണ്. ട്രീറ്റബിൾ ആൻഡ് ട്രീറ്റ്മെൻറ്റ്സ് ആർ യൂഷ്വലി വെരി ഇഫക്റ്റീവ്. പാനിക്കിൽ പറഞ്ഞ പോലെ അങ്ങനെയല്ല, ഒരു സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റിന് പിന്നെ ലൈഫ് ലോങ് ആയിട്ട് അതിൽ നിന്ന് നമ്മളയാളെ വിമുക്തനാക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഇത് മിക്കവാറും യങ്സ്റ്റേഴ്സിൽ ലേറ്റ് ചൈൽഡ്ഹുഡിൽ പിന്നെ ഏർലി പിന്നെ അഡോളസൻസിൽ വരുന്ന സംഗതിയാണ്. ആ സമയത്ത് തന്നെ ഇയാൾ അഡൽട്ട്ഹുഡിലേക്ക് നീങ്ങുന്നതിനിടയിൽ തന്നെ ഈ ഫ്ലഡിങ്, ഡീസെൻസിറ്റൈസേഷൻ പോലുള്ള കാര്യങ്ങൾ വളരെ കോൺക്രീറ്റ് ആയിട്ട് മനസ്സിലേക്ക് ഉറപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റംസ്. Many who receive treatment for phobia see significant results in 3-4 treatment sessions. Treatment improves the quality of life. As patients are helped by relaxation, patients learn how to manage better. Phobia is usually directed at one specific phobia at a time. കോംപ്ലക്സ് ഒന്നിലധികം പിന്നെ സോഴ്സ് ഓഫ് ഫിയർ ഉണ്ടെങ്കിൽ അതിൽ ഓരോ സോഴ്സ് മാത്രം ഓരോ തവണ എടുത്ത് കൈകാര്യം ചെയ്യുന്നതുകൊണ്ടേ ഗുണം ഉണ്ടാവുള്ളൂ. എല്ലാ സോഴ്സും കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റിമുലൈ ഒരേ സമയത്ത് എടുത്ത് പിന്നെ ഡീസെൻസിറ്റൈസ് ചെയ്യാൻ പോയാലോ അല്ലെങ്കിൽ ഫ്ലഡ് ചെയ്യാൻ പോയാലോ ഗുണം കിട്ടില്ല എന്നും നമ്മൾ ഇതിൽ സൂചിപ്പിക്കുന്നു. നമ്മളിതിൽ ഈ സൈക്കോതെറാപ്പി മോഡും പിന്നെ ഫാർമക്കോളജി മോഡും, രണ്ട് മോഡും മെഡിക്കേഷൻ്റെ മോഡും നമുക്കിതിൽ പ്രയോജനപ്പെടുന്നത് ആണ്. മെഡിക്കേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആൻറ്റി ഡിപ്രസൻസ് ആൻഡ് ആങ്സിയോലൈറ്റിക് മെഡിസിൻസ് അല്ലെങ്കിൽ ആൻറ്റി ആങ്സൈറ്റി മെഡിക്കേഷൻ തന്നെയാണ് വരുന്നത്. ആൻറ്റി ഡിപ്രസൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫ്ലോക്സെറ്റിൻ ഗ്രൂപ്പ്, ഫ്ലോക്സെറ്റിൻ എന്ന് പറയുന്ന ഗ്രൂപ്പാണ് ആൻറ്റി ഡിപ്രസൻസിൻ്റെ. പിന്നെയുള്ളത് ഇതിൻ്റെ സൈക്കോതെറാപ്യൂട്ടിക് മെത്തേഡ്സ് ആണ്. അതിൽ എക്സ്പോഷർ ട്രീറ്റ്മെൻ്റ് ആണ് ഒന്ന്. എക്സ്പോഷർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫ്ലഡിങ് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. പിന്നെ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ, ജോൺ വോൾട്ടി ആണ് ഇതിൻ്റെ പിന്നെ അത് ചെയ്തയാൾ. ഇത് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത്. They are gradually exposed to the cause of their phobia over a series of escalating steps. അത് ഈ പിന്നെ സീരീസ് ഓഫ് എസ്കലേറ്റിംഗ് സ്റ്റെപ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മളിപ്പം പിന്നെ ഈ പാറ്റയെ പേടിയുള്ള ആളിന് പാറ്റേനെ തന്നെ നേരിട്ട് പിന്നെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഡീസെൻസിറ്റൈസ് ചെയ്യുന്നതിന് പകരം അതിൻ്റെ രൂപമുള്ള ജീവനില്ലാത്തത് അല്ലെങ്കിൽ ചിത്രങ്ങൾ, ഇങ്ങനെ ചിത്രത്തിന് ശേഷം ഒരു പിന്നെ 3D രൂപം, അങ്ങനെ ആ തരത്തിൽ ഒരു സീരീസ് ഓഫ് പിന്നെ ഈ സ്റ്റിമുലൈ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇത് ദോഷകാരിയല്ല എന്ന് ഒരു കുട്ടിയെ ബോധ്യപ്പെടുത്തുന്നത് ആണ് സീരീസ് ഓഫ് പിന്നെ എസ്കലേറ്റിംഗ് സ്റ്റെപ്സ് ഉദ്ദേശിച്ചത്. സൈക്കോ അനാലിറ്റിക്കൽ തെറാപ്പീസ് പിന്നെ ഇതിൽ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അൺഎർത്തിങ് ദ കോൺഫ്ലിക്ട്സ് റിപ്രസ്ഡ് ഇൻ ദ അൺകോൺഷ്യസ് ലെവൽ. അതാണ് നമ്മൾ സൈക്കോ അനാലിറ്റിക് തിയറിയിൽ കാണുന്ന കാര്യം. അപ്പോൾ അൺഎർത്തിങ് ദ കോൺഫ്ലിക്ട്സ് ദാറ്റ് ആർ കെപ്റ്റ് ബിനീത്ത് റിപ്രസ്ഡ്. പിന്നെ മോഡലിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യൽ ലേണിംഗ് തിയറി ബന്ദൂരിയുടെ. Based on social cognitive theory of learning, imitation, reproduction and modeling will help. Then cognitive approach, making the client know the irrationality of the incident. And അത് ഒരു കാരണവശാലും റിയൽ അല്ല എന്ന് ബോധ്യപ്പെടുത്തില്ല. അത് തന്നെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഉള്ളത് മെഡിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പിന്നെ ട്രീറ്റ്മെൻറ്റ് ഐഡിയാസിൽ വരുന്നത്. ഓക്കെ, ഇത്രയും നേരം ആയി. ഇനി നമുക്ക് എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയില്ല. ഞാൻ കൂടാതെ 3 പേരാണ് ഇതിനകത്തുള്ളത്. മുസൈക്ക്, മുസിദ്ദിഖ്, ദെൻ രമ്യ ആൻഡ് ജെസ്സി. നമുക്ക് എന്തെങ്കിലും ഇനി പിന്നെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം 3 പേര്. എന്നിട്ട് 2 മിനിറ്റ് കൊണ്ട് ക്ലോസ് ചെയ്യാം.